ഹലോ. അപ്പോൾ നമ്മളുടെ ചാനലിൻ്റെ മെയിൻ ഒരു കണ്ടൻ്റായിട്ട് വരാറുള്ള ഒരു സ്ഥിരം വീഡിയോസിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് വന്നേക്കണേ. നമ്മൾ പുറത്ത് പോകുന്നത്, നമ്മൾ മാക്സിമം സ്ഥലങ്ങൾ എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ മെയിൻ ഉദ്ദേശം. നമ്മളൊരു സ്ഥലത്ത് ജീവിക്കുമ്പോൾ നമ്മൾ കൂടുതൽ റിസർച്ച് ചെയ്യുമല്ലോ, അവിടെ എന്തൊക്കെയുണ്ട് കാണാനുള്ളതെന്ന്. അങ്ങനെയൊക്കെ നമ്മളിപ്പോൾ വർഷങ്ങളായിട്ട് ചെന്നൈയിൽ ജീവിക്കുകയാണെങ്കിലും നമ്മൾ കുറേ സ്ഥലങ്ങൾ ഇതുപോലെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് പോവാത്തത് സ്ഥലങ്ങളാണ് ഏറ്റവും കൂടുതൽ എന്നാണ്. പക്ഷേ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് കൂടുതൽ വിവരം കൂടും ഇതിനെക്കുറിച്ച്. അങ്ങനെ ഓക്കെ, ഇവിടെ ഇന്ന സ്ഥലമുണ്ട് നമ്മൾ പോവാത്തതെന്ന് മനസ്സിലായിട്ട് നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമ്മൾ കണ്ടുപിടിച്ചൊരു സ്ഥലമായിരുന്നു ഇപ്പോൾ കലൈഞ്ചർ സെൻറ്റിനറി പാർക്ക് ദേ കാണുന്നതാണ്. അപ്പോൾ നമ്മൾ അവിടെ പോകാമെന്നൊക്കെയാണ് വിചാരിച്ചത്. എന്ത് ഒക്കെ പറഞ്ഞാലും ഹോളിഡേ ആണെങ്കിൽ തിരക്കാവുമല്ലോ. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഈവനിങ് ആക്കണ്ട, ഉച്ചയ്ക്കേ പോകാമെന്ന് വിചാരിച്ചിട്ട് ഫുഡ് കഴിച്ച് നേരെ നമ്മൾ അങ്ങോട്ട് പോയി. പക്ഷേ ഇതാണ് അവസ്ഥ. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സെമ്മൊഴി പൂങ്ക എന്ന് പറയുമല്ലോ. അപ്പോൾ സെമ്മൊഴി പൂങ്ക ഭയങ്കര പ്രശസ്തമാണ് ചെന്നൈയിൽ. അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് തന്നെയാണ് ഇതും വന്നിരിക്കണേ. അപ്പോൾ അതിനെക്കാട്ടി കുറച്ചും കൂടി നല്ല പുതിയ പുതിയ കാര്യങ്ങളുണ്ട് എന്ന് പല വീഡിയോസിൽ കണ്ടിട്ടാണ് നമ്മളവിടെ പോയത്. പക്ഷേ വളരെ പരിതാപകരമായ ഒരവസ്ഥയായിരുന്നു. പാർക്കിങ്ങേ ഇല്ല. മെയിൻ ഒരു ഏരിയ ആണ്. അപ്പോൾ ആ ഒരു ഏരിയയിൽ നമുക്ക് വഴിയിലൊന്നും പാർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ചു, ഇറങ്ങി പുറപ്പെട്ടു, എങ്ങോട്ടെങ്കിലുമൊക്കെ പോവാം. അന്നാണെങ്കിൽ നല്ല ക്ലൈമറ്റായിരുന്നു. അതായത് വെയിലേ ഇല്ല, മഴയില്ല, നല്ലൊരു ക്ലൈമറ്റും. നമുക്ക് എന്താ പറയുക, സിനിമയിൽ പറഞ്ഞ പോലെ പച്ചപ്പും ഹരിതാഭയും ഒക്കെ കൂടുതലുള്ളൊരു സ്ഥലത്തേക്ക് പോകണമെന്ന് ഭയങ്കരമായിട്ട് മനസ്സ് ഇങ്ങനെ തുടിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ നെറ്റിൽ നോക്കിയപ്പോൾ ആണ് എനിക്ക് ചേത്പേറ്റ് എന്ന് പറഞ്ഞ സ്ഥലം, എനിക്ക് പ്രൊനൗൺസ് ചെയ്യുന്നത് കറക്റ്റാണോ എന്നറിയില്ല, ചേത്പേറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇങ്ങനൊരു എക്കോ പാർക്ക് ഉണ്ട് എന്നൊക്കെയുള്ളത് ഓർമ്മ വന്നത്. അങ്ങനെ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് എന്നാൽ പിന്നെ അങ്ങോട്ട് പോവാം എന്ന് വിചാരിച്ച് അവിടുന്ന് ഞാൻ മാപ്പ് ഇട്ടപ്പോൾ ഒരു 15-20 മിനിറ്റ് കാണിച്ചത്. അപ്പോൾ നേരെ അങ്ങോട്ട് പോയി. അവിടെ നോക്കിയോ ആമ്പിൾ പാർക്കിംഗ് സ്പേസ് ഉണ്ട്, ഒരു കുഴപ്പമില്ല. നമ്മൾ വന്നതൊരു 2:30 ആ സമയത്താണ്. അപ്പോൾ അങ്ങനെ വലിയ തിരക്കാവാനുള്ള സമയമായിട്ടില്ല. അങ്ങനെയാണ് നമ്മളിവിടെ എത്തി, പാർക്ക് ചെയ്തു. പാർക്കിങ്ങിന് ഒരു 25 റുപ്പീസാണെന്ന് തോന്നുന്നു പാർക്കിങ്ങിന്. അത് കഴിഞ്ഞ് നമുക്ക് എൻട്രി ഫീസ് 10 രൂപയാണ്, കുട്ടികൾക്ക് 5 രൂപ, അത്രയേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഞാൻ വിചാരിച്ചില്ല, ഞാൻ എൻട്രി ചെയ്ത് വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു സ്ഥലമാണെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കാരണം ചുറ്റും ബിൽഡിങ്സ് ആയിരുന്നു. നമ്മൾ മെയിൻ റോഡിൽ നിന്നാണ് എൻ്റർ ചെയ്തത്. അപ്പോൾ അവിടെ ഫുള്ള് സൈഡിലൊക്കെ ബിൽഡിങ് ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു കുഞ്ഞൊരു കുളം. ഇപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു കുളം ഉണ്ടല്ലോ, ഞാൻ എൻ്റെ വീഡിയോ ഒക്കെ പണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടവർക്ക്, പഴയ ആൾക്കാർക്ക് മനസ്സിലാവും എന്താ ഞാൻ അങ്ങനെയൊക്കെയാണ് ഒരു സെറ്റപ്പ് ഉദ്ദേശിച്ചത്. പക്ഷേ ഇത്രയും വലിയൊരു ലേക്ക് ഇതിൻ്റെ ഉള്ളിലുണ്ടാവുന്നോ, അതിൽ ബോട്ടിങ് വരെ നടത്തുന്നുണ്ടെന്നൊക്കെ ഞാൻ ഇവിടെ വന്നപ്പോഴാണ് അറിയണേ. അപ്പോൾ അത്യാവശ്യം നല്ലൊരു സ്പേസാണ്. നടക്കാൻ പോകുന്നവർക്ക് എന്ന് പറഞ്ഞാൽ അവരുടെ പർദീസായിട്ട് അവർക്ക് യൂസ് ചെയ്യാം. നല്ലൊരു വ്യൂ ആണ്. നമുക്ക് ഗ്രീനറി, ഈ ചെന്നൈയുടെ ഒത്ത നടുക്ക് ഇങ്ങനെ ഗ്രീനറി ആയിട്ട് നമുക്ക് വൈകുന്നേരമൊക്കെ വന്നിരിക്കാനും അല്ലെങ്കിൽ നടക്കാൻ, ഞാൻ മെയിനായിട്ട് അതാണ് ഉദ്ദേശിച്ചത്. ജസ്റ്റ് ആ ഒരു പച്ചപ്പ്, ഹരിതാഭ, ആ ഒരു വേർഡ്സ് ശരിക്ക് എന്താ പറയുക, ഷോ ആവുന്ന രീതിയിലുള്ള സ്പേസ് ആയിരുന്നു. അത്യാവശ്യം തിരക്ക് അങ്ങനെയുള്ളൂ, അല്ലാതെ വലിയൊരു തിരക്കൊന്നും പറയാൻ പറ്റില്ല. ഞാൻ പറയണത് ഈ ആൾക്കാർ ബീച്ചിൽ പോകുന്നതിന് പകരം ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ വന്നിട്ടിരിക്കണതാണ് ഏറ്റവും നല്ലത്. എനിക്ക് ബീച്ച് മടുത്തിട്ടാണോ, പണ്ടൊക്കെ ഇഷ്ടമായിരുന്നു. പക്ഷെ എനിക്കിപ്പോൾ ബീച്ചേ അങ്ങനെ വലിയ താല്പര്യമുള്ള ആളല്ല. എനിക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങളാണ് ഇഷ്ടം. അപ്പോൾ ബീച്ചിൽ പോകുന്നതിനൊക്കെ പകരം ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ വരണതാണ് ഏറ്റവും നല്ലത് ശരിക്ക്. ഇത് നമ്മുടെ കിൽപോക്ക് മെഡിക്കൽ കോളേജ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും ചെന്നൈയിൽ. അങ്ങനെ ആ ഒരു ഭാഗത്താണ് വരണത്. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് ദൂരമുണ്ട്. എപ്പോഴും വരാൻ പറ്റുന്ന ഒരു സ്ഥലമൊന്നുമല്ല ശരിക്ക്. പക്ഷേ ഇതുപോലെ ഇപ്പോൾ അത് വെക്കേഷനായിരുന്നു, ക്രിസ്മസ് വെക്കേഷൻ നടക്കുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് കുട്ടികളുടെ വെക്കേഷൻ കഴിയാറായി. ആ ഒരു ലാസ്റ്റ് വീക്കെൻഡാണ് ഡിസംബറിലെ. അപ്പോൾ എന്തായാലും അവരെയും കൊണ്ട് എങ്ങനെയും പോകണം എന്ന് വിചാരിച്ചിട്ട് അതാണ് കലൈഞ്ചർ സെൻറ്റിനറി പാർക്കിൽ പോകാമെന്ന് വിചാരിച്ചേ. അവിടെ സിപ്പ് ലൈൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ വന്നപ്പോൾ കുട്ടികളുടെ ഈ പ്ലേ ഏരിയയിലൊന്നും വലിയ കാര്യമായിട്ടൊന്നുമില്ല കേട്ടോ. അതൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇതുപോലെ ഒരു സ്വിങ് ഊഞ്ഞാൽ,
ഇരിക്കാനൊക്കെ ബെഞ്ചസ്. പിന്നെ ഇത് ആ ഒരു ഭാഗത്ത് വീണ്ടും ഒരു കുഞ്ഞ് ലേക്ക് പോലെ കാണണില്ലേ, അപ്പോൾ അങ്ങോട്ട് സ്ഥിരം വരുന്ന ആൾക്കാരെ മാത്രമേ കടത്തി വിടുള്ളൂ അത്രേ. ഞങ്ങൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഡെയിലി വാക്കേഴ്സ്, അതായത് വാക്ക് ചെയ്യാൻ വരുന്ന ആൾക്കാരെ മാത്രമാണ് അവിടെ ഒരു ഗേറ്റൊക്കെ വെച്ച് പൂട്ടിയിട്ടുണ്ട്. അതുപോലെ നമ്മളിങ്ങനെ ഫുള്ള് സെക്യൂരിറ്റി ഗാർഡ്സൊക്കെ ഉണ്ട്. ഇപ്പോൾ ആൾക്കാരെന്തെങ്കിലും വീഴുണ്ടോ അങ്ങനെയൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് സെക്യൂരിറ്റി ഉണ്ട്. പിന്നെ നമുക്ക് മെയിനായിട്ട് വെയിലുണ്ടായിരുന്നില്ല എന്ന്, അതുകൊണ്ട് സൂപ്പറായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടോ. പിന്നെ ഇങ്ങനെ തട്ടിത്തടഞ്ഞ് നടക്കേണ്ട ഒരു ഗതി വന്നിട്ടില്ല ആൾക്കാരില്ലാത്തതുകൊണ്ട്. സമയവും കറക്റ്റായിരുന്നു, 2 മണി 3 മണി ആ സമയത്ത് എത്തുന്നതാണ് വെയിലില്ലെങ്കിൽ നല്ലത്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്തൊക്കെ കിത്തു എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, കിത്തു വന്ന് ക്യാമറയിൽ നിൽക്കുക, ഏത് വീഡിയോ എടുത്താലും അവിടെ തലയും കാണിച്ച് നിൽക്കും. അവൾ തന്നെ പറയണമുണ്ട്, ഞാനില്ലാത്ത വീഡിയോ എടുക്കുക വേണ്ട, അങ്ങനെ ഏത് വീഡിയോ എടുത്താലും അവിടെ വന്ന് നിൽക്കും. അങ്ങനെയായിരുന്നു. പിന്നെ ഒരു ബ്രിഡ്ജ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനിപ്പം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ, കണ്ടറിയാം. പിന്നെ ഇങ്ങനെ നടന്ന് വന്നിട്ട് ആ ലാസ്റ്റ് ഭാഗത്താണ് സ്റ്റാർട്ടിങ് പോയിന്റിൽ തന്നെയാണ് ബോട്ടിങ്. നമ്മൾ ബോട്ടിങ് പോകണ്ടെന്നാണ്, കാരണം ആർക്കും അങ്ങനെ വലിയ താല്പര്യമില്ല ബോട്ടിങ്ങിൽ. എനിക്ക് മാത്രമാണ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട്, അതായത് നമുക്ക് ആ ഒരു അനുഭവം കാണാൻ വേണ്ടിയിട്ട് മാത്രം പോകണമെന്നുണ്ട്, അല്ലാതെ ആർക്കും വലിയ ബോട്ടിങ്ങിൽ താല്പര്യമില്ല. അപ്പോൾ ഇതുപോലെ ഈ ഒരു ഭാഗം കാണുമ്പോൾ നമുക്ക് നാട്ടിലെത്തിയൊരു ഫീലിംഗ് എനിക്ക് തോന്നി നന്നായിട്ട്, ഒരു നൊസ്റ്റാൾജിയ. നമ്മളെ പഴയ അമ്പലക്കുളങ്ങളൊക്കെ ഇതുപോലെ സൈഡിൽ ചെടികളൊക്കെ നിന്ന് ആ പൂവ് ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു സീൻ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് നാട്ടിൽ എത്തിയ പോലെ ഒരു തോന്നി. അങ്ങനെ ഈ ഒരു ഭാഗത്ത് വന്നപ്പോഴാണ് ലെഫ്റ്റ് സൈഡിൽ ട്രെയിനിൻ്റെ ശബ്ദം കേട്ടത്. പെട്ടെന്ന് ട്രെയിനിൻ്റെ ശബ്ദം കേട്ട് നോക്കിയപ്പോഴാണ് അത് റെയിൽവേ സ്റ്റേഷനാണ്, ചെറ്റ്പെട്ട് റെയിൽവേ സ്റ്റേഷൻ ആണെന്ന് തോന്നുന്നു. നമ്മൾ താമ്പരം ടു എഗ്മോർ പോണ വഴിയിലാണ് ആ റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. അപ്പോൾ ഇങ്ങോട്ട് വരണം എന്നൊക്കെ ഉള്ളവർക്ക് ആ ട്രെയിനിൽ കയറിയ ചെറ്റ്പെട്ടിൽ ഇറങ്ങിയിട്ട് വരാൻ തോന്നുന്നു. എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല കേട്ടോ. ദേ കാണുന്നു ട്രെയിൻ പോകുന്നത് ശബ്ദം കേട്ടപ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലായി. അപ്പോൾ ഒത്ത നടുക്കാണ്, അതായത് സിറ്റിയുടെ നടുക്ക് ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടാക്കിയ ഒരു ആൾക്കാരുടെ എന്താ പറയുക ഐഡിയ സൂപ്പറാണ്. ഇങ്ങനെ നമ്മൾ മാക്സിമം ബിൽഡിങ്സ് കൂട്ടാനല്ല ആൾക്കാർ നോക്കുക ഈ സിറ്റി സ്പേസിൽ, പക്ഷേ ഇങ്ങനെ ഒരു നല്ല സ്ഥലം ഉണ്ടാക്കിയതിന് എന്തായാലും അടിപൊളിയുണ്ട്, ഞങ്ങൾക്ക് ഇഷ്ടമായി. എന്നാലും ഇനി ഇടയ്ക്കിടയ്ക്ക് പോവാം. ഇതുപോലെ പച്ചപ്പ് ഹരിതാഭ, ഇതിപ്പോൾ 3ാമത്തെ പ്രാവശ്യമല്ലേ ഞാൻ ഈ പച്ചപ്പ് ഹരിതാഭ യൂസ് ചെയ്യണേ. അത് കാണണമെങ്കിൽ ഇങ്ങോട്ട് വരണതാണ് ബെസ്റ്റ് ഐഡിയ. പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് പള്ളിക്കരണി മാർഷ് ലാൻഡ് പാർക്ക് എന്ന് പറഞ്ഞിട്ട് ഇതുപോലൊരു സെറ്റപ്പ്, പക്ഷേ ഇതിൻ്റെ പകുതി ഉള്ളൂ കേട്ടോ. ഇത് എത്രയോ ഏക്കേഴ്സിൻ്റെ ഒരു കണക്ക് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത്രയും ഏക്കേഴ്സിലാണ് ഈ ഒരു സ്ഥലം കിടക്കണേ. നാച്ചുറലി ഉണ്ടാക്കിയിട്ടുള്ള മീൻസ് ഉള്ളതാണ് ഈ ലേക്ക്. സോ അതിനെ ജസ്റ്റ് എൻഹാൻസ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു, അത്രയേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നണത്. ഞാൻ എൻ്റെ ഹിസ്റ്ററി ഒന്നും വായിച്ചു നോക്കിയൊന്നുമില്ല. നമ്മൾ ചുറ്റിത്തിരിഞ്ഞത് ഇവിടെ എത്തി. നടക്കാൻ നല്ലൊരു ഇതാട്ടോ, നമ്മൾ ഭക്ഷണം കഴിച്ച് ഫുള്ള് ദഹിച്ചു എന്ന് പറയാം, അത്രയും ഉണ്ട് നടക്കാൻ. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴാണ് ഇവിടെ ബോട്ടിങ്, അവിടെ ഭയങ്കര തിരക്കുമായിരുന്നു. പിന്നെ ഫുള്ള് നമ്മളുടെ പെഡലിങ് ബോട്ടാണ്, റോ ബോട്ടോ അങ്ങനെയൊന്നുമില്ല, നമ്മൾ തന്നെ പെഡൽ ചെയ്യണം. അപ്പോൾ പിള്ളേർക്ക് പിന്നെ കേട്ടപ്പോഴേ വേണ്ടാന്ന് പറഞ്ഞു, അവർക്ക് പെഡൽ ചെയ്യാൻ വയ്യ. നമ്മൾ പണ്ട് ഏർക്കാട് ഏലഗിരി പോയപ്പോൾ ഇതുപോലെ പെഡലിങ് ബോട്ട് എടുത്തപ്പോൾ തന്നെ അവർക്ക് മടുത്തതാണ്. അപ്പോൾ നമ്മളങ്ങനെ ഒരു റൗണ്ട് അടിച്ചു തിരിച്ചു വന്നു. ഇവിടെ ഒരു ബിൽഡിംഗ് ഉണ്ടല്ലോ അക്വേറിയം എന്ന്, പക്ഷെ അത് ഓപ്പൺ അല്ല, എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ആർക്കും അതും വലിയ താല്പര്യമില്ല. നമ്മൾ ഇവിടെ പോയാലും അക്വേറിയം ഉണ്ടാവും, അതുകൊണ്ട് എല്ലാം കണ്ട് നമ്മൾ വീട്ടിൽ ഫിഷിനെയും വാങ്ങണമുണ്ട്. കൊളത്തൂർ പാർക്കിൽ മീൻസ് കൊളത്തൂർ പോയി നമ്മൾ ഫിഷ് വാങ്ങാൻ പോയതൊക്കെ നമ്മൾ വീഡിയോ ആയിട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് അവർക്ക് ആ ഒരു ഇൻട്രസ്റ്റ് ഇല്ല. പിന്നെ ഇത് മെയിനായിട്ടുള്ളത് ഏതോ ഒരു ഇവൻറ്റ് നടക്കാൻ പോകുന്നുണ്ടായിരുന്നു, അവിടെ ഒരു സ്റ്റേജ് സെറ്റപ്പ്. എനിക്ക് തോന്നുന്നത് നമുക്കും എന്തെങ്കിലും ബർത്ത്ഡേ പാർട്ടി അവിടെ നടത്താൻ പറ്റുമെന്നാണ് തോന്നണേ. നമുക്ക് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം. അവിടെ ഒരു ഓഫീസ് സ്പേസൊക്കെ കണ്ടു ഞാൻ. പിന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്, കുറച്ച് നല്ല സ്റ്റാൻഡേർഡുള്ളതാണെന്ന് തോന്നുന്നു. കണ്ടിട്ട് നമ്മൾ അവിടെയും കയറിയില്ല. അപ്പോഴേക്കും ഒരു 4:30-5 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ വിചാരിച്ചു ശരി ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവാം, കുറച്ച് ഷോപ്പിങ്ങൊക്കെ ബാക്കിയുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ തിരിച്ച് പോകാൻ തീരുമാനിച്ചു. കാരണം ഇവിടുന്ന് ഇനിയിപ്പോൾ വൈകിട്ടാവും തോറും ഇത് കൂടുമല്ലോ, ട്രാഫിക്ക് കൂടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നേരെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഭാഗത്തേക്ക് പോയി ഷോപ്പിങ്ങിനായിട്ട്. അപ്പോൾ അതൊന്നും നമ്മൾ എടുത്തിട്ടൊന്നുമില്ല വീഡിയോ. അപ്പോൾ ഇത് നമ്മൾ ചെന്നൈയിലെ സ്ഥലങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഒരു പ്ലേലിസ്റ്റ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, പ്ലേസസ് ടു വിസിറ്റ് ഇൻ ചെന്നൈ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ചെന്നൈയിൽ ജീവിക്കുന്നവർക്ക്, താമസിക്കുന്നവർക്ക്, അല്ലെങ്കിൽ വന്ന് സെറ്റിലാവാൻ പോണവർക്കൊക്കെ ഒരു ഇതാവുമല്ലോ, ഉപകാരമാവുമല്ലോ. അപ്പോൾ അങ്ങനെ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു.
നാലാമത്തെ ടൈം ഞാൻ യൂസ് ചെയ്യാൻ പോവാണ് പച്ചപ്പും ഹരിതാഭയും. അതെനിക്ക് എൻ്റെ വീട്ടിലേക്കും വേണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ നേരെ ഒരു പ്ലാന്റ് ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ വഴിയരികിലൊക്കെ ഉണ്ടാവും പ്ലാന്റ് ഷോപ്പ്, എല്ലാ ടൈപ്പും ഉണ്ടാവും. ഭയങ്കര വിലയാണ്, എന്നാലും എനിക്ക് ഇഷ്ടമുള്ള കുറച്ച് വാങ്ങിച്ചു. ഒരു 3-4 ചെടി വാങ്ങിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. വേറെ ഇനി അടുത്ത സ്ഥലങ്ങൾ ഞങ്ങൾ കണ്ടുപിടിക്കുന്നതായിരിക്കും. കാരണം നമുക്ക് നാട്ടിലുള്ളവർക്കൊക്കെ കാണാനും ഒക്കെ ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. മീൻസ് ചെന്നൈ എന്ന് പറഞ്ഞ് കേൾവിയുള്ള ആൾക്കാരുണ്ടാവും, ചിലവർ വരാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ നാടും ചെന്നൈയും തമ്മിലിപ്പോൾ എന്താ വ്യത്യാസം, ഇവിടുത്തെ ലൈഫ് അവിടുത്തെ ലൈഫ് എന്താ വ്യത്യാസം എന്നൊക്കെ നമുക്ക് ഒരു ചെറിയ ഐഡിയ കിട്ടും താല്പര്യമുള്ളവർക്ക്. സോ അങ്ങനെ ഉദ്ദേശിച്ചിട്ടാണ് നമ്മളുടെ ചാനൽ മുന്നോട്ട് പോകുന്നത്. വാടാർമല്ലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അധികമൊന്നും പെട്ടെന്ന് നാശാവില്ലല്ലോ, അതാണ് ഞാൻ വാങ്ങിച്ചത്. അങ്ങനെ നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ നമ്മൾ വരുന്നതായിരിക്കും. ഈ ഭാഗം ഒന്ന് ഒതുക്കാനുണ്ട്, അതൊക്കെ ആയിട്ട് ഞാൻ പിന്നീട് വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണാം.